കോട്ടയിൽ IITയിൽ ബിടെക് അഡ്മിഷൻ. അത്ഭുതപ്പെടേണ്ട സത്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് IITകളുടെ പട്ടികയിലുള്ള IIT മദ്രാസ് സ്പോർട്സ് കോട്ടയിലൂടെ 5 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയിരിക്കുന്നു. ഇത് ആദ്യമായിട്ടാണ് സ്പോർട്സ് കോട്ടയിലൂടെ IITയിൽ പ്രവേശനം നടക്കുന്നത്. സ്പോർട്സ് എക്സലൻസ് അഡ്മിഷൻ എന്ന കാറ്റഗറിയിലാണ് ഇപ്പോൾ 5 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2023-ൽ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ബിടെക് പ്രവേശനത്തിൽ ആദ്യമായി മദ്രാസ് IIT സ്പോർട്സ് കോട്ട അവതരിപ്പിക്കുകയുമായിരുന്നു. എടുത്തു പറയേണ്ട പ്രധാന കാര്യം വിദ്യാർത്ഥികൾ JEE അഡ്വാൻസ് പരീക്ഷയിലൂടെ യോഗ്യത നേടേണ്ടതുണ്ട് എന്നതാണ്. അതായത് ഈ വർഷം JEE അഡ്വാൻസ് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ സ്പോർട്സ് എക്സലൻസ് അഡ്മിഷന് അർഹതയുള്ളൂ. യോഗ്യത നേടുന്നതിന് അവർ കോമൺ റാങ്ക് ലിസ്റ്റിലും കാറ്റഗറി തിരിച്ചുള്ള ലിസ്റ്റിലും ഉൾപ്പെട്ടിരിക്കണം. കൂടാതെ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള മത്സരത്തിൽ കഴിഞ്ഞ 4 വർഷങ്ങളിൽ കുറഞ്ഞത് 1 മെഡലെങ്കിലും നേടിയിരിക്കണം. വിദ്യാർത്ഥികൾ നേടിയ മൊത്തം സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് സ്പോർട്സ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ചെസ്, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, ഹോക്കി, സ്ക്വാഷ് ഉൾപ്പെടെ 13 പ്രത്യേക കായിക ഇനങ്ങളിൽ ഏതെങ്കിലും ഒന്നിലെ പ്രകടനം അഡ്മിഷനുള്ള പ്രധാന ഘടകമായി പരിഗണിച്ചിട്ടുണ്ട്. സ്പോർട്സിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. IIT മദ്രാസിൽ ബിടെക് പഠിക്കുക എന്ന നിങ്ങളുടെ എക്കാലത്തെയും വലിയ സ്വപ്നം ഇനി യാഥാർത്ഥ്യമാക്കാം. ഓൾ ദ ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.